അലസനായ കുരങ്ങിന്റെയും ചീറ്റയുടെയും ചെങ്ങാത്തം. ചിണ്ടു കുരങ്ങൻ തന്റെ ഭാര്യ നിമ്മി കുരങ്ങച്ചിയും 2 മക്കളുമായി കഴിഞ്ഞു വന്നു തന്റെ ചെറിയ വീട്ടിൽ. നിമ്മി, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. വിശക്കുന്നുണ്ടല്ലേ? എന്നാ കാട്ടിപ്പോയി ഭക്ഷണം കൊണ്ടുവാ, ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല. എന്റെ അമ്മേ, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇത്രയും ദൂരം പോകണോ? വേണ്ട വേണ്ട, എന്നെ കൊണ്ട് അതിന് കഴിയില്ല. നിമ്മിയുടെ മുമ്പിൽ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞേ പറ്റൂ. അതേ നിമ്മി, രാവിലെ തൊട്ട് എനിക്ക് വല്ലാത്ത തലവേദനയാണ്. അതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. മതി മതി, എന്റെ അടുത്ത് ഈ വേലയൊന്നും വേണ്ട. മടിയൻ എപ്പോഴും ഓരോ ഒഴിവുകൾ പറയും. ചിണ്ടു ഒരു മടിയനായ കുരങ്ങനായിരുന്നു. അവൻ ഒരു ജോലിയും ചെയ്യില്ല. അവൻ ചെയ്യുന്ന ഒരേ ഒരു ജോലി ദിവസം മുഴുവനും തിന്നുക, ഉറങ്ങുക. അപ്പോൾ നിമ്മി വീട്ടിന് പുറത്തിറങ്ങി. അറിയില്ല ഏത് സമയത്താണാവോ ഈ മടിയനായ കുരങ്ങനെ കെട്ടാൻ തോന്നിയത്. നിമ്മിയുടെ വീട് കാട്ടിനു പുറത്ത് ഒരു വിശാലമായ മൈതാനത്തിലാണ്. അവിടെ നിന്ന് കാട് നല്ല ദൂരത്താണ്. അതിനാൽ ഭക്ഷണം കൊണ്ടുവരാൻ നിമ്മിക്ക് ദൂരെ കാട്ടിൽ പോകണമായിരുന്നു. അങ്ങനെ നിമ്മി കാടിനെ ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ വഴിയിൽ അവൾ ഒരു മുയലിനെ കണ്ടു. എങ്ങോട്ടാ പോകുന്നത് സഹോദരി? കാട്ടിലേക്ക് പോകുന്നു ഭക്ഷണം കൊണ്ടുവരാൻ. അങ്ങോട്ടേക്ക് പോകരുത്. കേട്ടിട്ടുണ്ട് അവിടെ കാട്ടിലെ ചില ക്രൂര മൃഗങ്ങൾ വീട് വെച്ചിട്ടുണ്ടെന്ന്. കൂടാതെ അവർ പല നിരപരാധികളായ മൃഗങ്ങളെയും ഭക്ഷിച്ചിട്ടുണ്ട്. എന്ത്? അതെ, എല്ലാവരും എങ്ങനെയൊക്കെയോ കാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതാണ്. ഞാൻ പറയുന്നത് നീ അവിടേക്ക് പോകണ്ടെന്നാണ്. അല്ലെങ്കിൽ നീയും ആ ക്രൂര മൃഗങ്ങളുടെ ഇരയായി പോവും. ഇതു കേട്ട് കുരങ്ങച്ചി പേടിച്ചുപോയി. ഇനി ഞാൻ ഭക്ഷണം എവിടെ നിന്ന് കൊണ്ടുവരും? ഇവിടെ ആകെ ഈ ഒരു കാടേ ഉള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയായി മനുഷ്യരുടെ കൃഷിയിടങ്ങളുണ്ടെന്ന്. അവിടെ ധാരാളം വിളകളുണ്ട്. ഞാൻ അങ്ങോട്ടേക്കാ പോകുന്നത്. അവിടെ നല്ല ഭക്ഷണം കിട്ടുമെന്നാ കേട്ടത്. ആണോ? ഞാനും വരാം നിങ്ങളുടെ കൂടെ. 2 പേരും കൂടെ ദൂരെ മനുഷ്യന്മാരുടെ കൃഷിയിടത്തിലെത്തി. അവരുടെ തോട്ടത്തിൽ ഒരുപാട് വിളകളുണ്ട്. ഹായ്, പഴം. 2 ആളും പഴങ്ങൾ പറിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് ആ തോട്ടത്തിന്റെ ഉടമ അവിടെ എത്തി. അയാളുടെ ഒച്ച കേട്ട് 2 പേരും അവിടുന്ന് ഓടി. അപ്പോൾ നിമ്മി പേടിച്ചോടിക്കയറിയത് വൈദ്യുതി തൂണുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ശക്തമായ വൈദ്യുതാഘാതമേറ്റു. അപ്പോൾ തന്നെ നിമ്മി അവിടെ വെച്ച് മരണപ്പെട്ടു. എന്റെ ദൈവമേ, ഇതെന്താ സംഭവിച്ചത്? നിമ്മി മരിച്ചത് കണ്ട് മുയലച്ഛൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഓടി ഓടി അവൻ ചിണ്ടു കുരങ്ങന്റെ അടുത്തെത്തി. അവനോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. എന്ത്? എന്റെ നിമ്മി എന്നെ വിട്ട് പോയി എന്നോ? പത്നിയുടെ മരണവാർത്ത അറിഞ്ഞ് ചിണ്ടു ഒരുപാട് കരഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ചിണ്ടു കുരങ്ങൻ മക്കളെയും കൂട്ടി ദൂരെ ഒരു പ്രദേശത്ത് ചെന്നു. ഒരു മരത്തിന് മീതെ വീടുണ്ടാക്കി അതിൽ താമസം ആരംഭിച്ചു. എന്താ സംഭവിച്ചത്? നിമ്മി എന്തിനാ എന്നെ വിട്ടു പോയത്? ഇനി ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ഈ കുട്ടികളൊക്കെ വളർത്തും? അച്ഛാ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? അതെ അച്ഛാ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. 2 ദിവസമായിട്ട് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. അതെ, ഞാൻ നിങ്ങളുടെ അച്ഛനാണ്, വേലക്കാരനല്ല. പോയി ഭക്ഷണം കൊണ്ടുപോവാ. പിന്നെ എനിക്കും കൂടി കൊണ്ടുവരണം. ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ, എങ്ങനെയാ ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവരിക? അങ്ങ് ഞങ്ങളുടെ അച്ഛനല്ലേ, ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരേണ്ടത് അങ്ങയുടെ കടമയല്ലേ. അങ്ങല്ലേ അത് ചെയ്യേണ്ടത്. മിണ്ടാതിരുന്നോ നീ. മര്യാദയ്ക്ക് എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നോ, അല്ലെങ്കിൽ 2 എണ്ണത്തിന് നല്ല അടി വെച്ച് തരും ഞാൻ. ചിണ്ടു കുരങ്ങൻ നല്ല മടിയനായിരുന്നു. മക്കൾക്കുള്ളത് പോയിട്ട് അവന് പോലുമുള്ള ഭക്ഷണം കൊണ്ടുവരുമായിരുന്നില്ല. നിമ്മിയുടെ മരണത്തിന് ശേഷം ഭക്ഷണം കഴിക്കാതെ 2 കുട്ടികളും മെലിഞ്ഞുണങ്ങി വന്നു. ചിണ്ടുവിന് ഇതിന്റെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. 2 കുട്ടികളും മരത്തിന് കീഴേക്ക് ഇറങ്ങി വന്നു. അമ്മ പറഞ്ഞത് സത്യമാണ്. അച്ഛൻ ശരിക്കും മടിയൻ തന്നെയാണ്. അപ്പോൾ ആ കുട്ടികളുടെ മുമ്പിൽ ഒരു ചീറ്റ വന്നു. അയ്യോ അച്ഛാ, വരൂ, രക്ഷിക്കൂ അച്ഛാ, അച്ഛാ. ഇത് കുട്ടികളുടെ ശബ്ദമല്ലേ? ചിണ്ടു താഴേക്ക് ഇറങ്ങി വന്നു. ചീറ്റയെ കണ്ട് അവൻ സ്വബോധത്തിലേക്ക് വന്നു. ആ, എന്റെ ദൈവമേ, ഈ ചീറ്റപ്പുലി ഇത് എവിടെ നിന്ന് വന്നു? ഇത് കൊള്ളാലോ. ഇവിടെ കുരങ്ങന്മാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. കുട്ടികളും വയസ്സന്മാരുമായിട്ട് എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. നോക്കൂ ചീറ്റച്ചേട്ടാ, ഞങ്ങളെ ഭക്ഷിക്കരുത്. ഞങ്ങളെ നിങ്ങൾ വെറുതെ വിടണം. അല്ല കുരങ്ങേ, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പേടിക്കൊന്നും വേണ്ട. ഞാൻ കുറേ കാലമായി ഒരു സുഹൃത്തിനെ തിരയുകയായിരുന്നു. നിങ്ങൾക്കെൻ്റെ സുഹൃത്താവാൻ പറ്റുമോ? കൂട്ടുകാരനോ?
അതെ, ഞാനൊരു അനാഥനാണ്. കുറേ നാളായി ഒറ്റയ്ക്ക് ചുറ്റിത്തിരികയാണ്. പക്ഷേ ആരും എന്നെ സുഹൃത്തായി കൂട്ടുന്നില്ല. നിനക്കെൻ്റെ സുഹൃത്താവാൻ പറ്റുമോ? ഞാൻ നിന്നെയും നിന്റെ കുട്ടികളെയും എന്നും സംരക്ഷിക്കുന്നതായിരിക്കും. ഇതു കേട്ട് ചിണ്ടു കുരങ്ങൻ വിശ്വസിച്ചു. അങ്ങനെയെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ ചീറ്റപ്പുലി ഉള്ളതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു ദോഷവും സംഭവിക്കില്ല. പിന്നെ എനിക്ക് വേണമെങ്കിൽ വേറെ എവിടെ വേണമെങ്കിലും പോവാം. എന്നാ ശരി ചീറ്റച്ചേട്ടാ, നിങ്ങളുമായുള്ള സൗഹൃദം ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ എന്താ, കുരങ്ങനും ചീറ്റയും ചങ്ങാതിമാരായി. പിന്നീട് ചീറ്റ മരത്തിന് കീഴെ താമസം ആരംഭിച്ചു. അതിന്റെ മുകളിൽ കുരങ്ങച്ചനും. അടുത്ത ദിവസം, ചീറ്റച്ചേട്ടാ, ഞാൻ പുറത്തു വരെ ഒന്ന് പോവാ. ചേട്ടൻ എൻ്റെ കുട്ടികളെ ഒന്ന് നോക്കുമോ? ഞാൻ നിങ്ങൾക്കുള്ള ഇരയെയും നോക്കിയിട്ട് വരാം. ശരി കുരങ്ങ് സഹോദര. കുരങ്ങൻ തന്റെ മക്കളെ വീട്ടിലാക്കിയിട്ട് മരങ്ങൾ ചാടി ചാടി ദൂരെ വന്നു. എനിക്കൊരു മണ്ടനായ ചീറ്റയെ കിട്ടി. ഇനി ഞാൻ ആഘോഷിക്കും. പിന്നെ എൻ്റെ കുട്ടികളുടെ കാര്യമൊക്കെ ചീറ്റ നോക്കിക്കോളും. കുരങ്ങൻ ഒരു വയലിലെത്തി അവിടെ നിന്ന് പഴവും തിന്ന് ഒരു മരത്തിൽ കിടന്നുറങ്ങി. നട്ടുച്ച നേരമായി. ഇവിടെ കുരങ്ങന്റെ മക്കൾ വിശന്ന് വലഞ്ഞിരിക്കുന്നു. അച്ഛൻ ഭക്ഷണമായിട്ട് എപ്പോഴാ വരുന്നത്? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അച്ഛൻ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അച്ഛൻ ഉറങ്ങുന്ന കാര്യമില്ലാതെ മറ്റൊന്നും ചിന്തിക്കാറില്ല. വരൂ, നമുക്ക് ചീറ്റാങ്കിളിൻ്റെ അടുത്തേക്ക് പോവാം. അദ്ദേഹത്തിൻ്റെ അടുത്ത് വല്ല ഭക്ഷണം ഉണ്ടെങ്കിലോ? അതെ അങ്കിൾ, അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ട്. മോനെ, ഞാൻ മാംസമാണ് ഭക്ഷിക്കുന്നത്. നിങ്ങളുടെയും എൻ്റെയും ഭക്ഷണം വെവ്വേറെയാണ്. മാത്രമല്ല എൻ്റെ അടുത്ത് ഭക്ഷണമൊന്നുമില്ല. ഞാൻ തന്നെ വിശപ്പ് സഹിച്ച് നിൽക്കുകയാണ്. നിങ്ങളുടെ അച്ഛൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. രണ്ടു കുട്ടികളും ചീറ്റയോട് അവരുടെ അച്ഛന്റെ വേലകളൊക്കെ പറഞ്ഞു കൊടുത്തു. അയ്യോ, ചിണ്ടുക്കുരങ്ങ് എന്ത് അച്ഛനാണ്? അവൻ തൻ്റെ മക്കളെപ്പോലും ശ്രദ്ധിക്കുന്നില്ലേ? 3 പേരും അവിടെ വർത്തമാനം പറഞ്ഞു നിന്നു. അങ്ങനെ വൈകുന്നേരമായി. ചിണ്ടു കുരങ്ങൻ അപ്പോഴും ആ മരത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഇവിടെയാണെങ്കിൽ ചീറ്റയും 2 കുട്ടികളും വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു. ഇനി എപ്പോൾ വരാനാ ഈ കുരങ്ങൻ? വിശന്ന് ഞാനിപ്പോൾ മരിക്കാറായല്ലോ ദൈവമേ. അച്ഛൻ ഇതെങ്ങോട്ടാ പോയത്? എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. 2 കുട്ടികളും കരയാൻ തുടങ്ങി. മോനെ, നിങ്ങൾ കരയല്ലേ. നിങ്ങളുടെ അച്ഛൻ എന്തായാലും ഇപ്പോൾ വരും. ഇവിടെ ചിണ്ടു കുരങ്ങൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അയ്യോ, വൈകുന്നേരമായല്ലോ. പോവാം. ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങാം. കുറച്ച് പഴം കുട്ടികൾക്ക് വേണ്ടിയും എടുക്കാം. ആ. ചിണ്ടു കുരങ്ങൻ നിറയെ പഴങ്ങൾ പറിച്ച് വീട് ലക്ഷ്യമാക്കി നടന്നു. കുറച്ചു ദൂരം എത്തിയതും, അയ്യോ, ഇത്ര ദൂരം നടന്നപ്പോഴേക്കും എനിക്ക് വിശപ്പ് വന്നല്ലോ. എന്നാ കുറച്ച് പഴം അങ്ങ് കഴിച്ചേക്കാം. ചിണ്ടു കുരങ്ങൻ ഒന്നൊന്നായി മുഴുവൻ പഴവും തിന്നു തീർത്തു. എന്നിട്ട് വെറും കൈയോടെ വീട്ടിലെത്തി. ചിണ്ടു, നീ എവിടെ പോയിരുന്നു? നിനക്കറിയാമോ, രാവിലെ മുതൽ നിന്റെ കുട്ടികൾ പട്ടിണി കിടന്ന് വലഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നീ നിന്റെ കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണമൊന്നും കൊണ്ടുവന്നില്ലേ? ചീറ്റച്ചേട്ടാ, ഞാൻ ഒരുപാട് ദൂരം പോയിരുന്നു. പക്ഷെ എനിക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല. ഞാനെന്ത് ചെയ്യാനാ? വിശന്ന് വലഞ്ഞ് എൻ്റെ അവസ്ഥയും വളരെ മോശമായി. പക്ഷെ അച്ഛൻ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും തരൂ. മോനെ, ഇപ്പൊ ഇനി ഭക്ഷണം കൊണ്ടുവരാൻ കഴിയില്ല. ഇത്രയും ദൂരം നടന്ന് ആകെ വലഞ്ഞിരിക്കുക. ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവാ. ചിണ്ടു കുരങ്ങൻ തന്റെ വീട്ടിൽ ഉറങ്ങാനായി പോയി. അച്ഛൻ ഇങ്ങനെ തന്നെ ചെയ്യൂ. അച്ഛന് ഞങ്ങളെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. മക്കളെ, നിങ്ങൾ കരയാതിരിക്കെ. നിങ്ങൾ എൻ്റെ കൂടെ വാ. ഞാൻ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം കണ്ടെത്താം. ചീറ്റ 2 കുട്ടികളെയും കൂട്ടി ഒരു പ്രദേശത്തെത്തി. എന്നിട്ട് ഭക്ഷണം കണ്ടെത്തി അവർക്ക് കൊടുത്തു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ചിണ്ടു കുരങ്ങൻ എന്നും രാവിലെ വീട്ടിൽ നിന്നിറങ്ങും, വൈകിട്ട് തിരിച്ചെത്തും. അവൻ കുട്ടികൾക്ക് ഭക്ഷണവും കൊണ്ടുവരില്ല, അവരെ നോക്കുകയും ചെയ്യില്ല. ഇങ്ങനെയായി ചീറ്റ വേണം കുരങ്ങന്റെ 2 മക്കളെയും നോക്കാൻ. ഒരു ദിവസം രാവിലെ, അതെ കുരങ്ങ് സഹോദര, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. വൈകുന്നേരം തിരിച്ചു വരാം. ചീറ്റച്ചേട്ടാ, പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്കുള്ള ഭക്ഷണം കൂടി കൊണ്ടുവരണേ. ചീറ്റ അവിടെ നിന്നും പോയി. ഇന്ന് എന്തായാലും ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കണ്ട. ഇനി സുഖമായി പോയി കിടന്നുറങ്ങാം. ചിണ്ടു കുരങ്ങൻ വീട്ടിൽ കിടന്നുറങ്ങി. ഉച്ച സമയത്ത് ഒരു ചെന്നായ, സിംഹം, കുറുക്കൻ ഇവർ 3 ചിണ്ടു കുരങ്ങന്റെ വീട്ടിനടുത്തെത്തി. ചിണ്ടുവിന്റെ മക്കളിലായി അവരുടെ നോട്ടം. ഇത് കൊള്ളാലോ, കുരങ്ങ് കുഞ്ഞുങ്ങളാണല്ലോ. വരൂ, നമുക്ക് അവരെ കഴിക്കാം. അച്ഛ രക്ഷിക്കേ, അച്ഛാ. ചിണ്ടു കുരങ്ങൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്റെ ദൈവമേ, സിംഹവും ചെന്നായോ? അപ്പോൾ സിംഹം, ചെന്നായ, കുറുക്കൻ
മൂവരും മരത്തിന് മുകളിലേക്ക് കയറാൻ തുടങ്ങി. അച്ഛൻ ഞങ്ങളെ രക്ഷിക്കൂ, ആ മൃഗങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. എന്റെ ദൈവമേ, ഇവരിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? വേണ്ട, എനിക്കെന്തായാലും മരിക്കണ്ട. അപ്പോൾ ചിണ്ടുകുരങ്ങൻ മറ്റൊരു മരത്തിലേക്ക് ചാടി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അപ്പോഴും അവന്റെ മക്കൾ വീട്ടിൽ തന്നെ നിന്ന് കരയുകയായിരുന്നു. അച്ഛാ, അച്ഛ ഞങ്ങളെ രക്ഷിക്ക് അച്ഛാ. അപ്പോൾ ചെന്നായ കുട്ടികളെ അടിച്ച് അവിടെ നിന്നും വലിച്ചു താഴേക്കെറിഞ്ഞു. മൂവരും കുട്ടികളുടെ മുമ്പിൽ നിന്നു. ഞങ്ങള് വെറുതെ വിടണം, ഞങ്ങള് ഭക്ഷിക്കരുത്, ഞങ്ങള് വെറുതെ വിടണം. അപ്പോഴേക്കും ചീറ്റ അവിടെ എത്തിച്ചേർന്നു. അല്ല, ഇത് കുരങ്ങ് സഹോദരന്റെ കുട്ടികളല്ലേ? എന്റെ ദൈവമേ, ഈ കുരങ്ങും ചെന്നായൊക്കെ ഇവിടെ എങ്ങനെ വന്നു? എന്തു ചെയ്യും ഇനി? എങ്ങനെ ഞാൻ ഈ കുട്ടികളെ രക്ഷിക്കും? ചീറ്റ 3 ക്രൂര മൃഗങ്ങളെ കണ്ട് പേടിച്ചുപോയി. ഇനി ഞാൻ എങ്ങനെ ഈ കുട്ടികളെ രക്ഷിക്കും? ഈ 3 പേരോട് എനിക്ക് പോരടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. ചീറ്റയ്ക്ക് പരിഭ്രാന്തിയായി. കാരണം സിംഹവും ചെന്നായയും അവനേക്കാൾ ശക്തിയുള്ള മൃഗങ്ങളായിരുന്നു. ചീറ്റയുടെ മനസ്സിൽ ഒരു സൂത്രം തോന്നി. ആ, ഈ വിദ്യ ഒന്ന് പ്രയോഗിച്ചു നോക്കാം. ചീറ്റ ഓടി ചെന്നായയുടെയും കൂട്ടരുടെയും അടുത്തെത്തി. അത് ചീറ്റേ, നീ ആരാ? ഇവിടെ നിന്ന് പോ, ഈ കുട്ടികൾ ഞങ്ങളുടെ ഇരയാണ്. അതെ ചെന്നായ ചേട്ടാ, ഈ ചെറിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തിനാ കഴിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, ആ കുന്നിൻ ചെരുവില് ഒരു മാൻകൂട്ടം തന്നെ മേഞ്ഞു നടക്കുന്നുണ്ട്. എന്ത് മാനോ? അത് കൊള്ളാലോ, വാ നമുക്ക് പോയാ മാനുകളെ ഭക്ഷിക്കാം. വരൂ ചീറ്റേ, നീയും ഞങ്ങളുടെ കൂടെ പോന്നോ? നിങ്ങൾ 3 പേരും നടന്നോ, ഞാൻ ഈ കുട്ടികളെയും കൂട്ടി വരാം. ഞാൻ അവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. സിംഹം, ചെന്നായ, കുറുക്കൻ മൂവരും അവിടെ നിന്ന് ഓടിത്തുടങ്ങി. 3 പേരും പോയത് നന്നായി. വരൂ, ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. ചീറ്റ കുരങ്ങന്റെ 2 മക്കളെയും കൂട്ടി ദൂരെ ഒരു പുഴയുടെ അടുത്തെത്തി. അതാ മുമ്പിൽ ചിണ്ടുകുരങ്ങനും ഉണ്ടായിരുന്നു. അവന്റെ കാല് ഒരു മുതല പിടിച്ചിരിക്കുകയാണ്. അച്ഛാ, രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ ചീറ്റച്ചേട്ടാ, അല്ലെങ്കിൽ ഈ മുതല എന്നെ പിടിച്ച് തിന്നും. നിന്നെന്തിനാ രക്ഷിക്കുന്നേ? നീ നിന്റെ കുട്ടികളെ രക്ഷിച്ചോ? നീ നിന്റെ കുട്ടികളെ ആ ക്രൂര മൃഗങ്ങൾക്ക് മുന്നിൽ വിട്ടുകൊടുത്തിട്ട് ഓടി രക്ഷപ്പെട്ടില്ലേ? ഇങ്ങനെയുള്ള മടിയൻ കുരങ്ങുകളെ രക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ രക്ഷിക്കും ചീറ്റച്ചേട്ടാ. വരൂ കുട്ടികളെ, പോവാം. ചീറ്റങ്കിൾ, ഞങ്ങളുടെ അച്ഛൻ ഒരു മടിയനാണെന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഞങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും അച്ഛനല്ലേ, ഞങ്ങൾ അച്ഛൻ ഇവിടെ കിടന്ന് മരിക്കാൻ പാടില്ല. അതെ അങ്കിൾ, ഞങ്ങൾ രക്ഷിക്കും ഞങ്ങളുടെ അച്ഛനെ. അതിനു വേണ്ടി ഞങ്ങളുടെ ജീവൻ പോയാലും കുഴപ്പമില്ല. 2 കുട്ടികളും പറയുന്നത് കേട്ട് ചിണ്ടുകുരങ്ങന്റെ കണ്ണിൽ കണ്ണുനീരണിഞ്ഞു. അപ്പോൾ ചീറ്റ പുഴയിൽ ചാടി മുതലയുമായി ഏറ്റുമുട്ടി അവനെ അവിടെ നിന്ന് ഓടിച്ചു. ഒപ്പം ചിണ്ടുകുരങ്ങനെ പുഴയുടെ പുറത്തെത്തിച്ചു. എന്നോട് ക്ഷമിക്കണം കുട്ടികളെ, ഞാൻ സത്യത്തിൽ വളരെ മോശമായൊരു അച്ഛനാ. ചിണ്ടുകുരങ്ങൻ 2 കുട്ടികളെയും കെട്ടിപ്പിടിച്ചു. നോക്കൂ കുരങ്ങു സഹോദര, ഈ കുട്ടികളെയാണ് നീ മരണത്തിനു മുമ്പിൽ വിട്ടുകൊടുത്ത് ഓടി രക്ഷപ്പെട്ടത്. പിതാവിനൊരു കർത്തവ്യമുണ്ട്. ഒരച്ഛൻ മക്കളെ ഏത് കാലത്തും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അവരെ നന്നായി സംരക്ഷിക്കുക, അവർക്കെപ്പോഴും നല്ല ഭക്ഷണം കൊടുക്കുക. എനിക്ക് മാപ്പ് തരണം കുട്ടികളെ. എൻ്റെ മടി കാരണം ഞാൻ നിങ്ങളെ 2 പേരെയും ഒട്ടും ശ്രദ്ധിച്ചില്ല. എന്നാൽ ഇന്നു മുതൽ ഞാൻ ഒരിക്കലും മടിയനായിരിക്കില്ല. ഞാൻ എന്നും നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി ചിണ്ടുകുരങ്ങന് തന്റെ തെറ്റു മനസ്സിലായി. ഒപ്പം അവന്റെ മടി എന്നേക്കുമായി ഉപേക്ഷിച്ച് മക്കളുടെ സംരക്ഷണം നോക്കി പോന്നു. പിന്നീട് അങ്ങോട്ട് സന്തോഷമായി ജീവിച്ചു.